അപ്പോ ചടങ്ങ് തുടങ്ങല്ലേ അച്ഛാ? ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാമോ? ഇപ്പോൾ കല്യാണം കഴിഞ്ഞ് വന്നിട്ട് നാട്ടിൽ വന്നിട്ട് 1-2 ഇൻ്റർവ്യൂസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ അതിനു മുന്നേ കുറച്ച് നാൾക്ക് കുറേ ഇൻ്റർവ്യൂസ് ഒക്കെ കൊടുക്കുമ്പോഴും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വരുമ്പോൾ ലെന പറയുന്നത് പലർക്കും മനസ്സിലാവുന്നില്ല. എന്തൊക്കെയാ കുട്ടി പറയണേ എന്ന് ചിലർ പറയും. ചിലർ പറയും ലെന കിളി പോയി എന്നാ തോന്നണേന്ന് പറയും. ചിലർ പറയും ചിലർക്ക് അത് ഒരു രീതിയിലും ഡൈജസ്റ്റ് ചെയ്യാത്ത വണ്ണം. ഇങ്ങനെയൊക്കെ പലർക്കും പലരുടേതായിട്ടുള്ള അവരുടെ വേർഷൻസ് പലതും ആയിരിക്കാം. അതുകൊണ്ട് ഇപ്പൊ എന്താ? അല്ല ഒന്നുമില്ല. ഇത്തരത്തിലുള്ള കമന്റ്സ് തീർച്ചയായിട്ടും ലെനയും കേട്ടിട്ടുണ്ടാവും അല്ലേ? എടാ മുതുകാളെ, നിനക്ക് ഇതിന് എന്ത് സുഖം കിട്ടുന്നത്? ഇതൊക്കെ കേട്ടത് എവിടെയാ ഒന്ന് പറയൂ. അത് ഉത്തരം പറ. അത് സോഷ്യൽ മീഡിയ എവിടെ ചെന്നാലും ഒരു വക ആൾക്കാര്. ആരൊക്കെയാണ് സോഷ്യൽ മീഡിയയിൽ യൂസ്വലി പോസ്റ്റ് ചെയ്യുന്നത്? സയന്റിസ്റ്റ്, ഓത്തേഴ്സ്, ഡോക്ടേഴ്സ്, ലോയേഴ്സ്, ഫേമസ് ആർട്ടിസ്റ്റ്, പ്രൊഫസേഴ്സ് അവരൊക്കെയാണോ? അല്ല. സോ നിങ്ങൾ കേട്ടത് വേറൊരു സ്ട്രാറ്റ, സോഷ്യൽ മീഡിയയിൽ ഇരുന്ന് എല്ലാത്തിനും കമൻറ്റ് ഇടുന്ന ഒരു സ്ട്രാറ്റ ഓഫ് ആൾക്കാരുടെ ഫീഡ്ബാക്ക് മാത്രമാണ് നിങ്ങൾ അറിഞ്ഞത്. എന്നെ കഷ്ടല്ലേ, കോമൺ സെൻസ് ഇല്ലാത്തതിന്റെ കുഴപ്പേ. അല്ലെങ്കിൽ ബുദ്ധി പറഞ്ഞു കൊടുക്കാൻ അവൻ ആരെങ്കിലും വേണ്ടേ? അപ്പോൾ നമ്മളെപ്പോഴും നോക്കേണ്ടത് വേർ ആർ വി ഗെറ്റിംഗ് അവർ ഫീഡ്ബാക്ക് ഫ്രോം. ഞാൻ ഈ സോഷ്യൽ മീഡിയയിൽ ഓരോ കമൻറ്റും വായിക്കാനിരുന്നാൽ എൻ്റെ നിലവാരം എന്താവും? വെരി ട്രൂ. എല്ലാവരോടും നമ്മൾ ചെയ്യുന്ന എല്ലാവരും അതുപോലെ ചെയ്യണമെന്ന് പറഞ്ഞ് അഡ്വൈസ് ചെയ്യും. അതാണ് മറ്റുള്ളവരെ കൺഫ്യൂസ് ചെയ്യുന്നത്. അതെ, ട്രൂ. ആരോടും ഇതിങ്ങനെ എത്ര വട്ടം പറഞ്ഞു? എനിക്കിതാണ് ശരി. സോ ഞാൻ ഈ റൂട്ടിൽ കൂടിയാണ് പോണത്. സോ നിങ്ങളും ഇതേ റൂട്ടിൽ കൂടെ തന്നെ വരൂ. അത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, നമ്മളെല്ലാവരും അതേ മേഖലയിലല്ലല്ലോ. അതെ, വെൽ സെഡ്. ഓക്കെ, നീ എത്ര അഡ്ജസ്റ്റ് ചെയ്താലും ശരിയാവില്ല. നിന്റെ മുഖത്ത് ഇപ്പോഴും ഉണ്ട് ഒരു ചമ്മല്. ഇനിയും കേൾക്കാനുള്ള മുസ്ലിം പോർ ഇദ്ദേഹത്തിനില്ല. എന്നാ പിന്നെ വരാനുള്ളത് ഏതെങ്കിലും ഓട്ടോ പിടിച്ചു വരും മുമ്പ് ഞാൻ പോട്ടെ. ദൈവം കാക്കട്ടെ എന്നെ.